നമസ്കാരം. സനാതന ധർമ്മത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഞാൻ മുമ്പ് ചെയ്തു. ഒരു പോസ്റ്റ് കൊണ്ട് അവസാനിക്കുന്നതല്ല സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല, ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്താൻ കഴിയൂ എന്ന് പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ട് എന്താണ് സനാതനധർമ്മം എന്ന് പഠിക്കാൻ ഇറങ്ങിയവർക്ക് അത് മനസ്സിലാകും. അല്ലാത്തവർക്ക് ഇത് അശ്ലീലമാണെന്നും മറ്റതൊക്കെ തോന്നും. ചാതുർവർണ്ണ്യമാണ് സനാതനധർമ്മത്തിൻ്റെ കാതൽ, ജാതീയതയാണ് എന്നൊക്കെ പറയും. അതിനായിട്ട് പല ചാനലുകളും ഇവിടെ ഉണ്ട്. ഇപ്പം കോളാമ്പി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. എന്തെല്ലോ പറയുന്നു അതിൽ. കാരണം അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൈന്ദവീയമായിട്ടുള്ള ഈ സനാതനധർമ്മം പക്ഷേ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരു വിഭാഗം ആൾക്കാർ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. ഇപ്പൊ ഈ കുംഭമേള നടക്കുന്നുണ്ടല്ലോ, എത്രയോ പേര് വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട്, പഠിച്ചുകൊണ്ട്, നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. ആ വിദേശികൾ ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒക്കെ ഉണ്ട് അതുവരെ. കാരണം അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ എത്ര കണ്ട് ഇതിനെ ഇകഴ്ത്താൻ ആൾക്കാരുണ്ടോ അത്ര കണ്ട് അതിനെ പുകഴ്ത്താനും ആദരിക്കുവാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ലോകത്തിലുള്ള പല സംസ്കാരങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല. കാരണം അത് ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒക്കെ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി തയ്യാറായി വരും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം വിശാലമായ വീക്ഷണമാണ് ഇതിലുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഒരു ആശംസയാണ്. ഇപ്പൊ പലരും പറയും അതിന്റെ മുമ്പുള്ള 2-3 വരികൾ എന്തുകൊണ്ട് ചൊല്ലുന്നില്ല. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോ ബ്രഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇതൊരു ആശംസ ശ്ലോകമാണ്, അല്ലെങ്കിൽ ആശംസാ മന്ത്രമാണ്. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. മഹിം ഭൂമിയെ, മഹീഷ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ, ന്യായേണ മാർഗേണ ന്യായമായ മാർഗത്തിലൂടെ ഭരിച്ചുകൊണ്ട്, ലോകത്തിലുള്ള ഗോ ബ്രാഹ്മണേഭ്യഃ, ഗോ എന്ന് പറഞ്ഞാൽ പശു എന്ന് മാത്രമല്ല അർത്ഥം. ജ്ഞാനം, വേദം, ഇന്ദ്രിയം, ഭൂമി, പശു. പശു എന്ന് പറഞ്ഞാൽ തന്നെ സാധുജീവികൾ എന്നർത്ഥം. അവർക്കും ബ്രാഹ്മണേഭ്യ, ബ്രാഹ്മണൻ സജ്ജനം എന്നർത്ഥം, ജ്ഞാനി എന്നർത്ഥം, ബ്രഹ്മജ്ഞാനം ലഭിച്ചവൻ എന്നർത്ഥം. അവർ സജ്ജനങ്ങളായിരിക്കും. അപ്പോ ഭൂമിയെ രാജാക്കന്മാർ ന്യായമായ മാർഗത്തിലൂടെ ഭരിച്ചുകൊണ്ട് ലോകത്തിലുള്ള സകല വിധത്തിലുള്ള ജ്ഞാനങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഭൂമികൾക്കും സാധുജീവികൾക്കും സജ്ജനങ്ങൾക്കും സുഖം ഭവിക്കട്ടെ. അങ്ങനെ ലോകത്തെല്ലായിടത്തും സുഖം ഭവിക്കട്ടെ എന്നാണ് ആശംസ. അതിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ നമ്പൂരി എന്നും ഗോ എന്ന് പറഞ്ഞ പശു എന്ന് മാത്രം അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എവിടെ എത്തില്ല. അതിന് സംസ്കൃതത്തെപ്പറ്റി അറിയണം, സംസ്കൃത ഭാഷയെപ്പറ്റി അറിയണം. ഈ സംസ്കൃതം എന്ന് പറഞ്ഞൊരു ഭാഷയുടെ പേരല്ല. അന്ന് നിലവിലുണ്ടായിരുന്ന പ്രാകൃതമായ ഭാഷ, ഭൂതഭാഷ, പൈശാചിക ഭാഷ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഭാഷ, അതിനെ സംസ്കരിച്ചതാണ്. പലതവണ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്കരിച്ച ഭാഷ ആയതുകൊണ്ടാണ് സംസ്കൃതം എന്ന് പറയുന്നത്. അത് നമുക്ക് ആലോചിച്ചറിയാം. മറ്റ് പല ഭാഷകളിലും അനാവശ്യം പറയാം, സംസ്കൃതത്തിൽ അങ്ങനെ അനാവശ്യം പറയാൻ പറ്റില്ല. മറ്റൊരാളെ വികാരപ്പെടുത്തുന്ന തരത്തിലുള്ള പദങ്ങളൊന്നും ഇതിലില്ല എന്നർത്ഥം. കാരണം സംസ്കരിച്ചതായതുകൊണ്ട്. അതുകൊണ്ടാണ് അതിനെ വേദഭാഷ എന്നും ദേവഭാഷ എന്നും ഒക്കെ പറയും. അപ്പൊ ആ സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കൃതികളുടെ അർത്ഥതലം വളരെ ശ്രദ്ധയോടുകൂടി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ.
അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ലളിതമായിട്ടത് പറഞ്ഞുകൂടെ? ലളിതമായിട്ടല്ല പറയേണ്ടത്, ലളിതമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഗുരുക്കന്മാർ. അങ്ങനെയുള്ളവരാണ് ഗുരുക്കന്മാർ. അങ്ങനെയല്ലാത്തവർ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, തെറ്റായ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ നന്മയെക്കുറിച്ച് അറിയാൻ നമുക്ക് അവസരമുണ്ടാകുന്നത്. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാക്കുന്ന ഭാഷയിലാണെച്ചെങ്കിൽ അതിനെ ഒരു കാലത്തും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അത് അങ്ങനെ അവരെന്താണോ വിചാരിച്ച അതേപോലെയാകും. ഇതങ്ങനെയല്ല, ഇത് നിഗൂഢമായൊരവസ്ഥയാണ്. ഈ തെറ്റു പറയുന്നവനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശങ്കയുണ്ട്, ഇത് ശരിയാണോ എന്നുള്ള ശങ്കയുണ്ട്. ബാഹ്യമായ അർത്ഥത്തിലൂടെ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ കാരണം ഇത് എഴുതിയത് അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനികളാണ്. വേദങ്ങളും ഈ ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത്. പൊതുവെ പുരാണങ്ങൾ വ്യാസന്റെ പേരിൽ അറിയപ്പെടുന്നു എങ്കിലും വ്യാസൻ മാത്രമൊന്നുമല്ല അത് എഴുതിയിട്ടുള്ളത്. മനസ്സിലായി? അതിനൊക്കെ പല സാഹചര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അപ്പോൾ വ്യാസനും ശിഷ്യന്മാരും കൂടിയിട്ടായിരിക്കാം. അപ്പോൾ സനാതനധർമ്മത്തിലെ ഒരുപാട് നിഗൂഢതകളുമുണ്ട്, രഹസ്യങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ആധ്യാത്മികതയും ഭൗതികതയും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഈ കുംഭമേള നടക്കുന്നുണ്ട്. എത്ര ലക്ഷം രൂപയാണ്, എത്ര കോടി രൂപയാണ് അവിടെ ആദായം വരുന്നതെന്നറിയാമോ? എത്ര കോടി ചെലവാക്കിയാലും അവിടെ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് ഇതേവരെ ഏകദേശം 45 കോടിയോളം ജനങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഇത് കഴിയുമ്പോഴേക്ക് അവരൊക്കെ ആദ്യം തന്നെ അവർക്ക് ഈ പറഞ്ഞ മാതിരി സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ വേണമല്ലോ സാധാരണ, അല്ലേ? അവർക്ക് പിന്നെ എന്താണ്, കുളിക്കാനുള്ള സൗകര്യം വേണം, സ്നാനമുണ്ട്, പിന്നെ അതേമാതിരിയുള്ള ടോയ്ലറ്റുകൾ ധാരാളം വേണം. എത്ര വേണം? അത് എപ്പോഴും ശുചിയായിരിക്കണം. പിന്നെ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പിന്നെ ശുചിയില്ലായ്മ, അതിനെ ദിവസവും ശുചിയാക്കിക്കൊണ്ടിരിക്കാൻ, ദിവസമല്ല മണിക്കൂറുകൾ ഇടവിട്ടിട്ട് അത് ശുചിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ എന്നാണ് പറയുന്നത്. അവിടെ പോയ പല ആൾക്കാരും വരുന്ന ഇത്രയും മനോഹരമായിട്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. ഒരു ഒളിമ്പിക്സ് നടത്തേണ്ട സമ്പ്രദായങ്ങൾ, സന്നാഹങ്ങൾ, ഒരുക്കങ്ങൾ വേണം ഇവിടെ ഇത് നടത്താമെന്നാണ്. വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ആ പവർ. അതൊന്ന് രൂപീകരിക്കുക, സമാഹരണത്തിൻ്റെ പവറുണ്ടല്ലോ, സംഘടനാ പാടവത്വം, അതാണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അടുത്ത പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി. മനസ്സിലായി? മികച്ച സംഘാടന പാടവമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ അതിൽ നിന്നുള്ളതാണ്. ഈ വരുമാനം അതിനുള്ളിലുള്ള, അപ്പൊ ശബരിമലയൊക്കെ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ആശയങ്ങളുണ്ട്. വേണ്ട മാതിരി അത് പ്രയോഗിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഈ കാണിക്കൽ വഞ്ചിയിലിടുന്ന കാര്യമല്ലേ നമുക്കറിയുള്ളൂ. അതല്ലാതെ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അത് അടുക്കും ചിട്ടയോടും കൂടിയ സംഘടനാ പാടവത്വത്തോടു കൂടി നടക്കുകയാണെന്നുവെച്ചെങ്കിൽ ധാരാളം ധനം കിട്ടും. ഈ ക്ഷേത്രങ്ങളാണ് ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സാധനങ്ങൾ. ഇങ്ങനെയൊന്നും സംഘടനാ പാടവത്വം ഇല്ലെങ്കിലും കേരളത്തിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഉത്സവങ്ങൾക്കൊക്കെ എത്ര ധനം സമാഹരിക്കപ്പെടുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആനയെ എഴുന്നള്ളിക്കരുത്, വെടിക്കെട്ട് പാടില്ല എന്നൊക്കെ പറയുന്നത്. ഈ ആനയെ എഴുന്നള്ളിക്കെന്നും വെടിക്കെട്ടിന് അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി, ഒരു കുഴപ്പവുമില്ല. മനസ്സിലായില്ലേ? അപ്പോ അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ഇച്ഛാശക്തി അതാത് കാലത്ത് ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാകണം. എങ്കിൽ ഇതൊക്കെ നടക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കണ്ടത്.
ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇവിടെ ബംഗ്ലാദേശിലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമതക്കാരെയും ജൈനമതക്കാരെയും സിഖ് മതക്കാരെയും ഒക്കെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെന്റ്. പക്ഷേ മുഹമ്മദ് യൂനിസ് വന്ന് മോദിജിയുടെ കാല് പിടിച്ചു. ഒന്നുമില്ല, ഭക്ഷണത്തിന് എന്തെങ്കിലും തരണം. അയച്ചു കൊടുത്തു ടൺ കണക്കിനരി. ഇപ്പൊ ഇതാ വീണ്ടും വന്നു, എണ്ണയില്ല, എണ്ണ വേണം, പെട്രോള്, അതും കൊടുത്തു. അതാണ് നമ്മുടെ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ സ്വഭാവം. അതേസമയത്ത് അവിടെ ചെയ്യുന്നുണ്ട്, കൂട്ടക്കുരുതി നടത്തുന്നുണ്ട്. എന്നിട്ടും ഇവിടെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാവമാണ്. അതിന് വേറെ പണി, ആ കൂട്ടക്കുരുതി നടത്തുന്നതിന് വേറെ പണി അവിടെ ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഇപ്പൊ ആദ്യകാലത്തൊക്കെ ഉണ്ട്, ഇപ്പൊ അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. അതിനുള്ള പരിഹാരം അവിടെ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാവമാണ്. ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും ഭാരതീയരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ, അവിടെ താമസിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുന്ന ആ ഗവൺമെന്റ് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു. അപ്പോ സനാതനധർമ്മത്തിന്റെ നല്ല മുഖങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇവര് പറയുന്ന മാതിരി അശ്ലീലമൊന്നുമല്ല. ആരാ ഈ പറയുന്നത്? വിവരമില്ലാത്തവരല്ലേ വിളിച്ചു പറയുന്നത്. അവരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ എത്രയോ ആഘാതങ്ങൾ ഏറ്റുകൊണ്ടാണ് സനാതനധർമ്മം വളർന്നു വന്നിട്ടുള്ളത്. ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നല്ലോ. നാരായണ എന്ന പദം ഉച്ചരിക്കാൻ പാടില്ല, കംസായ നമഃ എന്ന് പറയണമെന്നായിരുന്നല്ലോ കംസന്റെ ആജ്ഞ. എന്നിട്ട് യാദവന്മാര് മുഴുവനും മിണ്ടാണ്ടിരിക്കുക, നാമം ജപിക്കാതിരിക്കുക, പേടിച്ചിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കംസവധത്തോടു കൂടി അത് നീങ്ങി. അതേപോലെ ഇവിടെ ഘോഷയാത്രയ്ക്കും ഒക്കെ എതിരായിട്ട് ഓരോന്ന് നടക്കുന്നു, അക്രമങ്ങൾ നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഭാരതീയ സനാതനധർമ്മം ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, ആപ്പിളിന്റെ സ്ഥാപകനും ഉടമ ആയിട്ടുള്ള ഒരു വ്യക്തി 19ാമത്തെ വയസ്സിൽ കുംഭമേളയ്ക്ക് പോകണം എന്ന് പറഞ്ഞ തന്റെ സുഹൃത്തിന് എഴുതിയൊരു കത്ത് ഇപ്പൊ കണ്ടെടുത്ത് അത് ലേലം ചെയ്തു. എത്രയാണ്? 4.5 കോടി രൂപയോ എന്തോ കിട്ടിയെന്നാ പറയുന്നത്. നോക്കൂ, ഒരു എഴുത്തിന്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, കുംഭമേളയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഭാരതീയ സനാതനധർമ്മത്തിന്റെ ആ മൂല്യം എല്ലാവരും അറിയുന്നു. അതുകൊണ്ട് ഇവരോട് നന്ദി പറയാം. ആരോട്? ഈ സനാതനധർമ്മത്തെ ദിവസവും എതിർക്കുന്നവർ ആരോ അവരോടൊക്കെ നന്ദി പറയാം. ഇങ്ങനെ എതിർക്കുന്നത് കൊണ്ടാണ് ഇത് ലോകം അറിയാൻ ഇടവന്നത്. മുമ്പേ അറിഞ്ഞിട്ടുണ്ട് വിവേകാനന്ദന്റെ കാലത്ത് തന്നെ. പക്ഷേ ഇപ്പോൾ കൂടുതൽ എല്ലാവരിലേക്കും ചെന്നെത്തുന്നു അല്ലേ? ഘാന മുതലായ രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് പേര് ഇവിടെ വന്ന് സനാതനധർമ്മം സ്വീകരിച്ചതായിട്ട് പറയുന്നു. എത്രയോ പേർ വിദേശികൾ സനാതനധർമ്മം സ്വീകരിക്കുന്നു. അപ്പോഴോ പാകിസ്ഥാനിൽ നിന്ന് പോലും ആൾക്കാർ കുംഭമേളയ്ക്ക് വന്നിട്ടുണ്ട്. ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തന്നെ വന്നിട്ടുണ്ട്. അവർ അക്രമത്തിന് വേണ്ടി വന്നതൊന്നുമല്ല. ഇങ്ങനെ ഭാരതീയ സനാതനധർമ്മത്തിന്റെ മൂല്യം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകം അറിയുന്നു. അതിന് ക്ഷമ വേണം, മറ്റുള്ളവരോട് കാരുണ്യം വേണം. നമ്മളുടെ അടിസ്ഥാന തത്വം ഈശ്വരൻ എന്ന് പറയുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നമ്മളെ ഭരിക്കുന്നവനല്ല. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഭാസിക്കുന്ന ചൈതന്യമാണ്. കല്ലിലും വൃക്ഷങ്ങളിലും മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു പറഞ്ഞ പോലെ നിന്നെപ്പോലെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ നീയും അയൽവക്കക്കാരനും ഒന്ന് തന്നെയെന്ന്. വേദാന്തത്തിന്റെ ഒരു ഭാവം തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്. ഈ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ കാതൽ തന്നെയാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്.
നിന്നെപ്പോലെ നിന്റെ അയൽവക്കക്കാരനെയും. അപ്പം നീയും അയൽവക്കക്കാരനും ഒന്ന് തന്നെ എന്നർത്ഥം. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഭാരതീയ സനാതന ധർമ്മ പ്രവർത്തകർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ ഇത് ശ്രദ്ധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയും ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ തത്വങ്ങളും എടുത്ത് നമുക്ക് പറയാം. നന്ദി, നമസ്കാരം.